ദിവസങ്ങൾ കടന്നുപോയി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ മലയാളക്കരയുടെ സാംസ്കാരിക പൈതൃക ഉത്സവമായ ഓണക്കാലം വന്നു. രാവിലെ തന്നെ ഓണാഘോഷ പരിപാടിക്കായി ഒരുങ്ങുകയാണ് അവന്തിക. സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം. പച്ച ബ്ലൗസും അതേ പച്ച നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു സെറ്റ് സാരിയുടേത്. ബ്ലൗസിന് ചേരുന്ന ചെറിയ ജിമിക്കിയും ചെറിയ പൊട്ടും ഒപ്പം തലയിൽ കുറച്ച് മുല്ലപ്പൂവും ചൂടിയപ്പോൾ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവൾ കണ്ണാടിയിൽ തന്റെ വേഷം ഒന്നുകൂടി നോക്കിയതിനു ശേഷം കോളേജിലേക്ക് പോകാൻ ഇറങ്ങവേ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പരിചയമില്ലാത്തൊരു നമ്പർ. അതാരായിരിക്കുമെന്ന് അവളൊന്ന് ആലോചിച്ചു. പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ സ്വീറ്റ് ഹാർട്ട്. അവളുടെ കാതുകളിൽ തുളച്ചു കയറിയ ശബ്ദത്തിൽ അവനെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? കോളേജിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ അല്ലേ? ഞാനും വരുന്നുണ്ട് നിന്നെ കാണാൻ. വരുമ്പോ നീ ചെയ്ത പ്രൊജക്റ്റും കൂടി എടുക്കണം. ഞാൻ നാളെ UK പോകുക. സോ എനിക്ക് ഇന്ന് തന്നെ പ്രൊജക്റ്റ് കിട്ടണം. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ ഫോൺ കോൾ കട്ട് ചെയ്തിരുന്നു. അവളിലുണ്ടായ സന്തോഷം ചെറുതായി കുറഞ്ഞു വന്നു. സിദ്ധാർത്ഥ് ഏൽപ്പിച്ച പ്രൊജക്റ്റ് ഇതിനോടകം തന്നെ അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ ബാഗിൽ പ്രൊജക്റ്റിന്റെ ഫയൽ എടുത്തു വെച്ചു, കൂടെ ഒരു പെൻഡ്രൈവും. കോളേജിൽ ഓണാഘോഷ പരിപാടികളുടെ തിരക്കിലായിരുന്നു അഭിയും കൂട്ടുകാരും. പരിപാടിയോടനുബന്ധിച്ച് മെറൂൺ നിറത്തിലുള്ള കളർ കോഡായിരുന്നു അഭിയുടെ ക്ലാസ്സുകാർക്ക്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ മെറൂൺ കളറിലുള്ള ഷർട്ടും മുണ്ടും, പിന്നെ പെൺകുട്ടികൾ സെറ്റ് സാരിയും മെറൂൺ നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു. അവന്തികയുടെ ക്ലാസ്സിന് പച്ചയായിരുന്നു കളർ കോഡ്. കോളേജിൽ അങ്ങും ഇങ്ങുമായി ഓരോരുത്തരും ഓട്ടപ്പാച്ചിലാണ്. പൂക്കളത്തിന്റെ മത്സരമാണ് ആദ്യം. രേഷ്മയും അവന്തികയും പൂക്കളത്തിലിടാനുള്ള പൂക്കൾ ഇറുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. പക്ഷെ അവന്തിക സന്തോഷം നടിക്കുന്നത് പോലെ രേഷ്മയ്ക്ക് തോന്നി. ഡി, എന്താ പറ്റിയേ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്താ മുഖത്തൊരു വാട്ടം? അവന്തിക ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ രേഷ്മ അവളെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. അത് കണ്ടുകൊണ്ട് രാവിലെ സിദ്ധാർത്ഥ വിളിച്ച കാര്യം അവള് രേഷ്മയോട് പറഞ്ഞു. ഓ, അതായിരുന്നു. അയാൾ വന്ന് ഫയലും വാങ്ങി പോകുമടി. നേരത്തെ പോലെയല്ല, ഇന്ന് കോളേജിൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് അധികമൊന്നും ഇവിടെ നിൽക്കില്ല. നീ ധൈര്യമായിരിക്കെ. ആ രാക്ഷസനെ ആലോചിച്ച് ഇന്നത്തെ ഈ സന്തോഷം കളയല്ലേ എന്റെ ചക്കരെ. രേഷ്മ അവന്തികയുടെ മൂക്കിൽ പിടിച്ചൊന്നു വിളിച്ചു. അവന്തിക മെല്ലെ ചിരിച്ചു. അങ്ങനെ അത്തപ്പൂക്കള മത്സരം നടന്നു കഴിഞ്ഞു. എല്ലാവരും റിസൾട്ടിനായി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ കോൾ അവന്തികയ്ക്ക് വരുന്നത്. അവൾ ഫോൺ എടുത്തു. സ്വീറ്റ് ഹാർട്ട്, ഞാൻ അല്പസമയത്തിനകം അവിടെ എത്തും. നീ ഫയലും എടുത്തുകൊണ്ട് ലൈബ്രറിയിലേക്ക് വാ. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കി. അവന്തിക രേഷ്മയെ നോക്കി. സിദ്ധാർത്ഥ് പറഞ്ഞതെല്ലാം അവളോടും പറഞ്ഞു. പേടിക്കണ്ട, ഞാനും വരാം. നീ ചെന്ന് ഫയൽ എടുത്തിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. രേഷ്മ അവളുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് അവന്തികയ്ക്ക് പകുതി ആശ്വാസമായിരുന്നു. അവൾ ബാഗിൽ നിന്നും ഫയലും പെൻഡ്രൈവും എടുത്തുകൊണ്ട് രേഷ്മയും കൂട്ടി ലൈബ്രറിയിലേക്ക് നടന്നു. വലിയ വിശാലമായ ലൈബ്രറി ആയിരുന്നു അത്. സമാധാനത്തോടെ ഇരുന്ന് വായിക്കാൻ വേണ്ടി കുറച്ച് ടേബിളുകളും ബെഞ്ചും ഒക്കെ അവിടെയുണ്ട്. അവന്തികയും രേഷ്മയും അവിടെയുള്ള ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. തന്റെ കയ്യിലിരുന്ന ഫയല് അവൾ ആ ടേബിളിന് മുകളിൽ വെച്ചു. അവർ രണ്ടുപേരും സിദ്ധാർത്ഥിനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ലൈബ്രറിയുടെ വാതിലിൽ മനു വന്നു നിൽക്കുന്നത് രേഷ്മ കണ്ടു. ദേ മനുവേട്ടൻ, ഞാനിപ്പോ വരാമേ, നീ ഇവിടെ ഇരിക്ക്. എടി, പക്ഷെ സിദ്ധാർത്ഥ്. രേഷ്മ തന്നെ തനിച്ചാക്കി പോകുന്നത് കണ്ടുകൊണ്ട് അവന്തിക പരിഭ്രമത്തോടെ രേഷ്മയെ നോക്കി. പേടിക്കണ്ട, ഞാൻ ദാ ആ വാതിലിനടുത്തുണ്ട്. ആ രാക്ഷസൻ വരുമ്പോ ഞാൻ ഇങ്ങ് വരാം. അതും പറഞ്ഞ് രേഷ്മ മനുവിന്റെ അരികിലേക്ക് പോയി. അവന്തിക തന്റെ കൈകൾ കൂട്ടി ഒരുമിക്കൊണ്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് ലൈബ്രറിയുടെ ഒരറ്റത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അവന്തിക ചാടി എഴുന്നേറ്റു. ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ആ ലൈബ്രറിയിൽ അവന്തിക അല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ഉള്ളിലൊരു ഭീതിയോടെ അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മെല്ലെ നടന്നു. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അലറാൻ തുടങ്ങിയതും അവളുടെ വായും പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ ഭയത്തോടെ അതാരാണെന്ന് നോക്കി. ഒരു കുസൃതി ചിരിയോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന അഭിയെ കണ്ടതും
അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണു. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. എന്താ അഭിയേട്ടാ ഇത്? പേടിച്ചു പോയോ എൻ്റെ പെണ്ണ്? അഭി ഒരു ചിരിയോടെ കൈയും കെട്ടി നിന്നു. പേടിക്കാതെ പിന്നെ, എൻ്റെ ജീവൻ പോയി. അവന്തിക അവന്റെ കയ്യിൽ ഒരു അടി വെച്ചു കൊടുത്തു. എനിക്ക് വേദനിച്ചു. അഭി അടി കിട്ടിയ ഭാഗത്ത് തടവിക്കൊണ്ട് പറഞ്ഞു. അവന്തിക മെല്ലെ ഒന്ന് ചിരിച്ചു. പെട്ടെന്നാണ് അവൾ അത് ഓർത്തത്. സിദ്ധാർത്ഥ് വരുന്ന സമയത്ത് തന്നെയും അഭിയെയും ഒരുമിച്ച് കണ്ടാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റി ഓർക്കുന്തോറും അവളിൽ ഭയം നിറഞ്ഞു നിന്നു. സിദ്ധാർത്ഥ്, അയാൾ ഇപ്പൊ വരും. അതിനു മുമ്പ് അഭിയേട്ടൻ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോ... എന്റെ പെണ്ണെ, പതുക്കെ പറ. നീയായിട്ട് ശബ്ദമുണ്ടാക്കി കാണിച്ചു കൊടുക്കാതിരുന്നാൽ മതി. പെട്ടെന്ന് അഭിയുടെ ചൂണ്ടുവിരൽ അവന്റെ ചുണ്ടുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവന്തിക അതനുസരിച്ചുകൊണ്ട് മെല്ലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു തുടങ്ങി. അഭിയേട്ടാ, പൊക്കോ, ഞാൻ ആ ഫയൽ കൊടുത്തിട്ട് വരാം. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നീയും ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. അയാളിങ്ങ് വരട്ടെ. ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കോളേജിലെ പിള്ളേർ മൊത്തം തൂക്കിയെടുത്ത് പുറത്തെറിയും. പിന്നെ നമ്മളങ്ങ് ലൈവും പോകും. കോളേജിൽ സിദ്ധാർത്ഥ് മഹേശ്വറിന്റെ ഗുണ്ടാ വിളയാട്ടം എന്ന ടൈറ്റിലും വെച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലുണ്ടല്ലോ, അതങ്ങ് കത്തിക്കയറും. അതാകുമ്പോ നീയും സേഫാ. എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാൻ? അവന്തിക അന്തം വിട്ട് അഭിയെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. വായടക്കടി, വല്ല ഈച്ചയോ മറ്റോ കേറിപ്പോകും. അവന്തിക പെട്ടെന്ന് തന്നെ വാ അടച്ചു പിടിച്ചു. അവൾ അവനെ തറപ്പിച്ചു നോക്കി നിന്നു. പക്ഷേ അവൻ അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ കാർ കോളേജിന്റെ കോമ്പൗണ്ടിൽ കയറി. കോളേജ് മാനേജ്മെന്റിലെ ഒരംഗം അവനെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ അവനെയും കൂട്ടി നേരെ ലൈബ്രറിയെ ലക്ഷ്യം വെച്ചു നടന്നു. ലൈബ്രറിയുടെ വാതിലിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥ് അയാളെ പറഞ്ഞയച്ചിരുന്നു. ലൈബ്രറിയിൽ കയറിയ സിദ്ധാർത്ഥ് ചുറ്റിനും നോക്കി. അവന്തികയെ കാണാത്തതിന്റെ ദേഷ്യം പതിയെ അവന്റെ മുഖത്ത് വന്നിരുന്നു. അവളോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിരുന്നതല്ലേ? then where is she? അവൻ തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഫോൺ എടുക്കാൻ തുടങ്ങിയതും ടേബിളിൽ ഒരു ഫയലും അതിന്റെ പുറത്ത് ഒരു പെൻഡ്രൈവും ഇരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ടേബിളിന്റെ അരികിൽ വന്ന് ഫയൽ എടുത്തു നോക്കി. അത് താൻ അവന്തികയ്ക്ക് ഏൽപ്പിച്ച പ്രൊജക്റ്റ് ആണെന്ന് അവന് മനസ്സിലായി. അവൾ ഇതിവിടെ വെച്ചിട്ട് പോയോ? എനിക്ക് അവളെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? വേണ്ട, നീ ഇവിടെ വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം അവന്തിക. സിദ്ധാർത്ഥ് അവന്തികയെ കാണാൻ അവളുടെ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയതും അവന്റെ ഫോണിൽ ഒരു കോൾ വന്നു. അതവന്റെ ഓഫീസിൽ നിന്നുമായിരുന്നു. വാട്ട്? അതെങ്ങനെ സംഭവിച്ചു? ഞാൻ വരുന്നത് വരെ അവനെ പോകാൻ അനുവദിക്കരുത്, മനസ്സിലായോ? സിദ്ധാർത്ഥിന്റെ ഓഫീസിൽ ഒരു എംപ്ലോയി അവന്റെ കമ്പനിയിലെ ചില പ്രൊജക്റ്റുകൾ ചോർത്തി കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അവന് കേൾക്കാൻ കഴിഞ്ഞത്. അതിന്റെ ദേഷ്യത്തിൽ അവൻ ആ ഫയലും പെൻഡ്രൈവും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. പക്ഷേ ഇതൊന്നും ഇവിടെ രണ്ടുപേർ അറിഞ്ഞതുകൂടിയില്ല. അഭി അവളെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവന്തിക അവളെ തന്നെ ഒന്ന് നോക്കി. എന്താ അഭിയേട്ടാ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സെറ്റ് സാരിയും ഈ ജിമിക്കിയും കുഞ്ഞു പൊട്ടും കൺമശി കൊണ്ട് ഭംഗിയിൽ വരച്ച ഈ കണ്ണുകളും പിന്നെ സുഗന്ധം പരത്തുന്ന മുല്ലപ്പൂവും ഒക്കെ വെച്ച് നല്ല നാടൻ പെൺകുട്ടിയായിട്ടുണ്ട്. അത് കണ്ടൊന്ന് നോക്കിയതാ. അത് കേട്ടതും അവന്തിക ചെറിയ നാണത്തോടെ മുഖം കുനിച്ചു നിന്നു. അഭി അവളുടെ മുഖം അവന്റെ കൈകൊണ്ട് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. അവൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. നോക്കുന്തോറും അവളുടെ ചന്തം കൂടി വരുന്നത് പോലെ അവന് തോന്നി. അവന്തികയ്ക്ക് അവന്റെ നോട്ടം താങ്ങാനാവാതെ വിറച്ചു നിന്നുപോയി. അവളാകെ വിയർക്കാൻ തുടങ്ങി. അവളുടെ നെറ്റിയിൽ നിറഞ്ഞ വിയർപ്പ് തുള്ളികൾ അവളുടെ കുഞ്ഞു പൊട്ടിനെ വലം വെച്ച് നാസിക വഴി അധരങ്ങളിലേക്ക് നിലം പതിച്ചു. അതിനൊപ്പം അവന്റെ കണ്ണുകളും അവളുടെ അധരങ്ങളിൽ വന്നു നിന്നു. ചെറിയ നനവോടെയുള്ള ഇളം ചുവന്ന ചുണ്ടുകളെ അവൻ കൊതിയോടെ നോക്കി. സ്ഥാനം തെറ്റിക്കിടക്കുന്ന സാരിയുടെ ഇടയിലൂടെ അഭിയുടെ കൈവിരലുകൾ അവളുടെ നഗ്നമായ വയറിൽ നിലമുറപ്പിച്ചതും അവന്തികയുടെ പെരുവിരലിൽ നിന്നും ഒരു മിന്നൽ അവളുടെ ശരീരമാകെ പടർന്നു കയറിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അപ്പോഴേക്കും അഭി അവളെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തോടി നടന്നു. ഒടുവിൽ അവളും അത് കണ്ടു. അവന്റെ കണ്ണുകൾ അത് തന്റെ ചുണ്ടിലാണെന്നറിഞ്ഞ നിമിഷം അവളുടെ ചുണ്ടുകൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. ആ വിറയ്ക്കുന്ന ചുണ്ടുകളെ നുണയാൻ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് പാഞ്ഞു തുടങ്ങി.
അവന്റെ ശ്വാസം അവളുടെ ചുണ്ടിന് മുകളിൽ തട്ടിയതും അവന്റെ ചുംബനത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്റെ ഇരു കണ്ണുകളും അടച്ചു നിന്നു അവൾ. അഭിയുടെ വൈശാഖിന്റെ ശബ്ദം അഭിയെയും അവന്തികയും മായാലോകത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അവന്തിക പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. അവൾ അവനെ നോക്കാനുള്ള ചമ്മല് കാരണം അവിടെ നിന്നും വൈശാഖിന്റെ അരികിലേക്ക് നടന്നു. പുറകെ അഭിയും ചെന്നിരുന്നു. ആ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവന്തിക, അയാള് വന്നിരുന്നു. സിദ്ധാർത്ഥ് വന്നെന്നറിഞ്ഞപ്പോൾ അവന്തികയുടെ മനസ്സ് പിടഞ്ഞു. താനും അഭിയും ഒരുമിച്ച് നിൽക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടു കാണുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. അയാളിവിടെ വന്നപ്പോ ഒരു കോൾ വന്നു. ആരോടോ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഫയലും എടുത്തുകൊണ്ട് പോയി. അവളുടെ പേടി മനസ്സിലാക്കിയ വൈശാഖ് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും അവന്തികയുടെ ശ്വാസം നേരെ വീണത്. അവൻ തങ്ങളെ കാണാൻ ഇടയായിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കൂട്ടത്തിൽ ടേബിളിലിരിക്കുന്ന ഫയലും കാണാഞ്ഞപ്പോ അവൾക്ക് ആശ്വാസമായി. പക്ഷേ അഭി പല്ലു മുറുമി മുഷ്ടിയും ചുരുട്ടി വൈശാഖിനെ തറപ്പിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തു പറ്റിയടാ? വൈശാഖിന്റെ ചോദ്യം കൂടി ആയപ്പോൾ അവന്റെ കൺട്രോൾ വിട്ടു. അഭി വൈശാഖിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഷെൽഫിലേക്ക് ചേർത്ത് നിർത്തി. ഡാ തെണ്ടി, നിനക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നീ എന്റെ കാലനായിട്ട് തന്നെ വന്നേക്കുവാണല്ലേ? ഡാ, നിനക്ക് ഭ്രാന്തം പിടിച്ചോ? എന്നെ വിടടാ പട്ടി. വൈശാഖ് അവന്റെ കൈകൾ തട്ടിമാറ്റി അവനൊന്ന് ആഞ്ഞു ചുമച്ചു. അത് കണ്ടുകൊണ്ട് അവന്തിക ഒന്ന് ചിരിച്ചു. പിന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മറ്റെന്തോ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. കഴുത്ത് തിരുമ്മിക്കൊണ്ട് വൈശാഖ് അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്റെ മോളെ, ഇവൻ എന്താ പറ്റിയേ? അവന്റെ പുറകിന് അഭിയും എത്തിയിരുന്നു. പക്ഷേ അവന്തിക ഞെട്ടി നിൽക്കുന്നത് കണ്ട അഭിയും വൈശാഖും അവള് നോക്കി നിന്ന ഭാഗത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും അവളെ പോലെ അവരും തറച്ചു നിന്നു. അവിടെ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന 2 ഷെൽഫുകൾക്കിടയിൽ നിന്നുകൊണ്ട് മനുവും രേഷ്മയും തങ്ങളുടെ പ്രണയം ചുംബനങ്ങളാൽ പങ്കുവെക്കുന്നു. എടാ, നമ്മുടെ മനുവല്ലടാ അത്? വൈശാഖിന്റെ ചോദ്യമാണ് അവന്തികയെ ഉണർത്തിയത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേരും വായും തുറന്നു നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ അവൾ 2 പേരുടെയും കയ്യിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് 2നെയും കൂട്ടി ലൈബ്രറിയുടെ പുറത്തു വന്നു നിന്നു. പക്ഷേ വൈശാഖിന്റെയും അഭിയുടെയും ഷോക്ക് ഇതുവരെ മാറിയിരുന്നില്ല. അവന്തിക അവരെ നോക്കി ചിരിച്ചു. അത് കണ്ട് അഭി വൈശാഖിനെ നോക്കി പല്ലുരുമി. കാരണം തന്റെ ചാൻസ് അവനല്ലേ മിസ്സാക്കിയത്. അതിന്റെ ദേഷ്യം അഭിക്ക് ആവോളം ഉണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രേഷ്മയും മനുവും ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വന്നു. അവരെയും കാത്ത് അവന്തികയും അഭിയും വൈശാഖും അവിടെ നിൽപ്പുണ്ടായിരുന്നു.